മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞതാണ് സാമ്പത്തിക സഹായം. കളക്ടർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് കൂടി നമ്മൾ കൃത്യമായി ഇവരുടെ ദയനീയാവസ്ഥ റിപ്പോർട്ട് ചെയ്യും. എൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം ഗവൺമെൻറ് ഭാഗത്തുണ്ടാവും. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ച് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റ് കൂടിയേ തീരുമാനിക്കാൻ പറ്റും. അത് നിങ്ങൾക്കെല്ലാം അറിയാം. വലിയ തുകകൾ തീരുമാനിക്കുന്നതെല്ലാം ക്യാബിനറ്റാണ്. അപ്പോൾ ഇനിയത്തെ അടുത്ത ക്യാബിനറ്റ് എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്. 11-ാം തീയതി ക്യാബിനറ്റിൽ തീരുമാനിക്കും. സർക്കാർ പ്രതിനിധികളെ കളക്ടർ റിപ്പോർട്ട് ഇപ്പോൾ അദ്ദേഹം ഒന്ന് ധനസഹായം ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ മിനിസ്റ്ററിനോട് ആവശ്യപ്പെട്ടിരുന്നു. 2 ദിവസത്തിന് കൊടുക്കുക, നാളെ കൊടുക്കും ഒരെണ്ണം. മറ്റേ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ കൊടുക്കും. ഇല്ല, അങ്ങനെ ഒരു അവിടെ ആദ്യം ഉണ്ടായിരുന്നു. ഈ സംഭവം ഉണ്ടായപ്പോൾ തൊട്ട് ഞാനുണ്ടായിരുന്നു, വീണാ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അതുപോലെ സൂപ്രണ്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാ കാര്യവും ചെയ്ത് ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കയറ്റി വിടുന്നോടം വരെ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ എവിടെയാ വൈകി ആ കുടുംബത്തെ കാണാൻ നേരം അമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ വിളിച്ച് ചോദിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ അവരെല്ലാം മറ്റൊരവിടെ. അല്ല, നിങ്ങളല്ലേ ഈ കാര്യത്തിൽ ഇങ്ങനെ പറയാം. ഞങ്ങൾ ഈ കാര്യത്തിൽ അപ്പം തൊട്ട് ആ സമയം തൊട്ട് ഇതിൻ്റെ പുറകെ ഉണ്ട്. ഇന്നലെ ഏതാണ്ട് 11 മണിയോടുകൂടി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് ഇന്നലെ രാത്രി വൈകിയാണ് ഈ ബോഡി കയറ്റി വിട്ടതിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ ഇല്ല, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മോർച്ചറിക്കകത്താണ് ബോഡി മോർച്ചറിക്കകത്ത് സാറിന് കയറി കാണാൻ ആരും പോകാറില്ല, കയറ്റാറുമില്ല. പിന്നെ അവിടെ ഈ മറ്റ് അതിൻ്റെ ആവശ്യം നിങ്ങളുടേതായിരുന്നു. എന്ന് വെച്ചാൽ ചാനലുകാർക്കൊരു മുമ്പിൽ ഷോ കാണിക്കാൻ കുറേ ആളുകൾ ബഹളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് മിനിസ്റ്ററുടെ ആരോഗ്യമന്ത്രി ഇറക്കിക്കൊണ്ട് പോകണം ചില ആളുകൾ വളം വെക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങനൊരു ബഹളത്തിനൊക്കെ സീനുണ്ടാക്കുന്ന പണിയല്ല ആരോഗ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉള്ളത്. മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ഇവിടെ കേന്ദ്രീകരിച്ചിരുന്ന് ഇന്നലെ അവിടെ ചെയ്യേണ്ട അടിയന്തര കാര്യം, ഒന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അതിന് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട രക്ഷാദൗത്യം, 2 പരിക്ക് പറ്റിയവർക്ക് ചികിത്സ, 3 മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം, 4 തുടർന്ന് ആ കെട്ടിടത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവിടെയുള്ള 6 വാർഡുകളിലെ 360 രോഗികളെ നമ്മൾ പുതുതായി പണിതിട്ടിരിക്കുന്ന ബിൽഡിലേക്ക് മാറ്റുക. അത് ഇന്നലെ രാത്രി തന്നെ നടന്നു. അതുൾപ്പെടെ ബാക്കിയുള്ള ആർക്കും ഇനി ഒരു ആപത്ത് വരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുന്ന കൃത്യമായ നടപടികളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് രാത്രിയോട് കൂടിയാണ് ഫിനിഷ്. രാത്രി 1 മണിയായി തീരുമ്പോൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് അവിടെ അടിയന്തരമായി. അതോടൊപ്പം തന്നെ ഇന്നേ ബാക്കി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുള്ളൂ. ആ സമയമാകുമ്പോൾ ഇവരോട് ആശയവിനിമയം നടത്തി വൈകുന്നേരം ആകുമ്പോഴേക്ക് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമായിട്ട് ഞങ്ങളോട് എത്തിച്ചേരുമെന്ന് പറഞ്ഞ് കൃത്യമായി വന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഇന്നലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കളക്ടറെ കൊണ്ട് ഞങ്ങൾ വിളിച്ചു വരുത്തി. ആ സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉത്തരവിട്ടാണ് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടന്നത്. ഞങ്ങളവിടെ ഇരുന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാം ഇടപെട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് വേറെ അതിനകത്തൊരു അനാസ്ഥ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ സമയബന്ധിതമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം കൈകാര്യം പരിശോധിച്ചുള്ളൂ. 10:50-80 ഫയർഫോഴ്സ് JCB-കാരന് മെസ്സേജ് കൊടുത്തിരുന്നു. താമസിച്ചപ്പോൾ ഞാനാണ് വന്നിടപെട്ടിട്ട് എന്ത് താമസിക്കുന്നു പെട്ടെന്ന് വീണ്ടും വിളിച്ചു വരുത്താൻ ഫയർഫോഴ്സ് ഓഫീസറോട് പറഞ്ഞു. അവിടെ 11:35-36 JCB കയറി വരുമ്പോൾ വലിയ രൂപത്തിൽ നമുക്ക് ബ്ലോക്കാണ്. കെട്ടിടം ഇടിച്ചു പൊളിക്കേണ്ട സ്ഥിതി വരുമ്പോൾ രോഗികൾ താഴെ പോകും. അപ്പോൾ പിന്നെ കാഷ്വാലിറ്റി എന്നുള്ള രോഗികളെ കൊണ്ടുവന്ന റൂട്ട് മാത്രമാണ് ഉള്ളത്. അതിനെ കയറ്റിക്കൊണ്ട് JCB ഇറ്റാച്ചി കയറി വരുമ്പോൾ അത് ഇടിഞ്ഞ് താഴെ പോവാം. അതിനുള്ള ബലവത്താക്കിക്കൊണ്ടാണ് അതിലേക്ക് കയറി വരുന്നത്. ആ കയറി വരുമ്പോഴാണ് വാതിൽ കൂടി ഇത് കടക്കാതെ വന്നു. പിന്നെ ആ വാതിൽ ഇരുമ്പ് കമ്പിയാണ്, അത് മുഴുവൻ ആക്സോ കൊണ്ടുവന്ന് അറുത്ത് മുറിച്ച് മാറ്റിയിട്ടാണ് അത് കയറ്റി വരുന്നത്. നിങ്ങളാരും ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ JCB കയറി വന്ന സമയത്ത് ഇത്തരം തടസ്സങ്ങളുണ്ടായതാണ് അവിടെ ഒരു താമസം എന്ന് പറഞ്ഞു. ഇനി അതെല്ലാം നിങ്ങളെടുത്തു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ അതോടെ പരിശോധിക്കുക. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു നേച്ചർ ഓഫ് ഡെത്ത്. അതിൽ കൃത്യമായി ഇൻസ്റ്റൻറ്റ് ഡെത്താണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് വീണപ്പോൾ തന്നെ തലയൊട്ടി പൊട്ടി ഇത് സംഭവിച്ചിരിക്കും. മറിച്ച് ശ്വാസം മുട്ടി അല്ല മരിച്ചിരിക്കുന്നു.